നമസ്കാരം. നമ്മുടെ ഹൈഡ്രോഫോണിക്സ് നട്ടിട്ട് ഏകദേശം ഒരു 3 ദിവസമായി. അപ്പോൾ പ്ലാന്റ്സിനൊക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. പുതിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി കൊറിയാൻഡറിനൊക്കെ പുതിയ ലീവ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്യൂസ് ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുള്ളൂ. കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഉണ്ട്. ഒരു 2 ആഴ്ചയോടുകൂടി നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രോഫോണിക്സ് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. മണ്ണില്ലാണ്ട് കൃഷി ചെയ്യുന്നൊരു രീതിയാണ് ഹൈഡ്രോഫോണിക്സ്. അപ്പം ബേസിക്കലി അതായത് ഇത് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് നേരെ ഒരു ന്യൂട്രിയൻ മീഡിയ ആണ്. ഇതൊരു വെള്ളത്തിൻ്റെ കുറച്ച് ന്യൂട്രിയൻസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു മീഡിയ ആണ്. അതിലാണ് ഈ കപ്സ് ഇറക്കി വെക്കുക. ഈ കപ്സിൽ മണ്ണില്ല. ഇതിൻ്റെ അകത്ത് ചെറിയ കല്ലുകളാണുള്ളത്. ഈ കല്ലുകളിൻ്റെ പേര് ഹൈഡ്രോട്ടോൺസ് എന്ന് പറഞ്ഞു. ബേക്ക്ഡ് ക്ലേ ആണ്. ഹൈഡ്രോട്ടോൺസ് എന്ന് പറയുന്ന ഇതാണത്. അപ്പം ഇവിടെ ഈ വാട്ടർ ടാങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കും. നോർമലി ഡിസ്റ്റിൽ വാട്ടറാണ് ഒഴിക്കുക. പക്ഷേ ഇത് നോർമൽ വാട്ടർ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനൊരു കമേഴ്ഷ്യലി പ്രൊഡക്ഷൻ ആവുന്നില്ല. ജസ്റ്റ് ട്രയൽ എറർ പോലെ ചെയ്യുന്നുള്ളൂ. ട്രയൽ ആൻഡ് എറർ പോലെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മോട്ടറിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ഇതിൽ കൂടെ പോകും. ഈ 3 റോലും പോയി ലാസ്റ്റ് ഇതിന് എൻഡ് ചെയ്യും. അപ്പം വാട്ടർ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ലൈറ്റ്സ് ആണ് ഇതുള്ളത്. ഇത് വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈറ്റ്സ് ആണ്. നമ്മളിനി പൂവിടുന്ന ഫ്രൂട്ടിങ് ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ റെഡ് ലൈറ്റ്സ് ആണ് വെക്കുക. അപ്പം ഇതൊരു 6 to 7 hours നമ്മൾ രാത്രി ഓൺ ആക്കിയിട്ടേക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം. അപ്പം നമ്മളിപ്പം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാണ്. ഒരു 1 week 2 week കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വളരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പം അവരെ ബൈ സീ യു.